ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുത്താൽ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഉമ്മർത്ത് നല്ലൊരു ഇത് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ, പെരിങ്ങോടാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ ചെറിയ വീഡിയോ എടുത്താൽ കേട്ടോ, നമ്മളവിടുത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ഉമ്മർത്ത് നല്ല മാങ്ങ അങ്ങനെ വീഴുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ നല്ല കാറ്റും മഴയത്തൊക്കെ നല്ല മാങ്ങ ഉണ്ടാകും. മാങ്ങ വീണതൊക്കെ അങ്ങനെ ചിലത് ഇങ്ങനെ വീണ് പൊട്ടിയിട്ടൊക്കെ അളിഞ്ഞ് കിടക്കുന്നതാണ് കേട്ടോ. അതൊക്കെ നല്ല മാങ്ങയൊക്കെ പെറുക്കിക്കൊണ്ടേക്കും. ഇത് ഒരു നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെറുക്കി കൊണ്ടുവച്ചത് കൊണ്ട് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക, അങ്ങനെയൊക്കെ ഓരോന്നും ഉണ്ടാക്കി കുടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ നമ്മളുടെ ഉമ്മർത്ത് കുറച്ച് പച്ചമുളകൊക്കെ നന്നായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നല്ല നമുക്ക് വീട്ടിന് ആവശ്യത്തിനുള്ള ഒരു പച്ചമുളകൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ വാങ്ങാറില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ ആവശ്യത്തിന് ഇങ്ങനെ പറിച്ചു കൊണ്ടാവുക കേട്ടോ ചെയ്യുക. അത്യാവശ്യം എരിയുള്ള മുളകാണ് കേട്ടോ അത്. ചിലതൊക്കെ മൂത്ത് കണ്ട് പറിക്കാറായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ആവശ്യത്തിന് ഇങ്ങനെ കഴിയുന്നതിനനുസരിച്ച് ഇങ്ങനെ പറിച്ചു കൊണ്ടാവുക ചെയ്യുക. പിന്നെ പയർ ചെടി ഉണ്ട് ഇവിടെ. ഒരു 2 പയറിങ്ങനെ നല്ല മൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിലിങ്ങനെ കൂടെ പുളിയുറുമ്പ് കൂടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കേട്ടോ പച്ചമുളക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് പച്ചമുളക് തൊട്ടപ്പോഴേക്കും ഞെട്ടിങ്ങനെ പോകുന്നു കേട്ടോ. അത് അത്യാവശ്യം മൂത്ത മുളകായിരുന്നു. പിന്നെ ഇത് കൂടെയൊക്കെ നിറയെ കോഴിച്ചൂട്ട ചെടി ധാരാളമായിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഈ മഴ പെയ്തപ്പോൾ ഇങ്ങനെ മുളച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ പുളിയാറിൻ്റെ ഇല കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കില്ലേ. ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായി. നമ്മളെ വീട്ടിൽ പുളിയാറിൻ്റെ ഇല ഇങ്ങനെ ചാക്കിലിങ്ങനെ പാവിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ. അപ്പോൾ നല്ലൊരു മരുന്നാണത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ കീഴാർനെല്ലിയൊക്കെ കൂടെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. രണ്ട് പച്ചമുളകുകളൊക്കെ ധാരാളം അവിടെ പച്ചമുളക്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇട്ട് പച്ചമുളക്. പിന്നെ വെള്ളരിക്കയുടെ വള്ളി, അതുപോലെ കയ്പ്പയ്ക്ക. അതിൽ കയ്പ്പയ്ക്കൊക്കെ ഇവിടുത്തെ വീട്ടിൻ്റെ ആവശ്യത്തിനൊക്കെ ഉപ്പേരി വയ്ക്കാനൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മളെ വീട് കാണുന്നത് പഴയ വീടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ അതിൻ്റെ മുമ്പിൽ തന്നെ ആയിട്ട് നമ്മളിത് വീട് പണിക്ക് വേണ്ടിയിട്ടൊക്കെ JCB കൊണ്ട് മാന്തിയതാവുകൊണ്ട് അവിടെ ധാരാളമായിട്ട് ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ മണ്ണ് ഇളകിയ മണ്ണാവുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാവുന്നത്. പിന്നെ അമ്മ ഇവിടെ കൂവയും അങ്ങനത്തെ അങ്ങനത്തെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പനിനീർ ചെടി, റോസാ ചെടി നിങ്ങൾക്ക് അറിയുണ്ടാവില്ലേ. നമ്മൾ വീട്ടിൽ ധാരാളമായിട്ട് പൂവുണ്ടാവുന്നത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയ ചെടിയാണ് കേട്ടോ അതവിടെ. അപ്പോൾ അങ്ങനെ ഇവിടെ തെങ്ങിൻ തൈ, അതുപോലെ തന്നെ നമ്മൾ ചെണ്ടുമല്ലിയാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ നമ്മൾ നീലമരി, നമ്മളുടെ വീട്ടിലത്തൊക്കെ അങ്ങനെ ഉണങ്ങിപ്പോയിട്ട്. ഇവിടെ നല്ല കാനലും അതുപോലെ തന്നെ നല്ല തണുപ്പുള്ള സ്ഥലം കേട്ടോ. അതുകൊണ്ടാണ് ഇവിടുത്തെ പൂവാത്ത്. നമ്മൾ കഞ്ഞുണ്ണി, അതുപോലെ തന്നെ നമ്മളുടെ ചെണ്ടുമല്ലി, കറിവേപ്പ്, പിന്നെ മഹാഗണി, അതൊരു തെയ്യാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ അടയ്ക്കാപ്പഴം കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലുണ്ടായി മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടയ്ക്കാപ്പഴം ചെറിയൊരു നമ്മൾ അത് ചെത്തിയിട്ട് വേറൊരു തൈ വെച്ചിട്ട് ബെഡ് ചെയ്ത് വെക്കില്ലേ, അങ്ങനെ ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ ഒരു 4 അടയ്ക്കാപ്പഴം ഉണ്ടായി പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിട്ട്. അപ്പോൾ കണ്ടവർക്ക് അറിയുണ്ടാവും, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനലിലൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പക്ഷേ ഇതിന് അടയ്ക്കാപ്പഴം ഉണ്ടായിരുന്നു. പക്ഷേ ഈ എണ്ണയും കിളികളൊക്കെ കൊത്തിയിട്ട് നമുക്കൊന്നും അത് കഴിക്കാൻ കിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കവറിട്ട് കെട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാകുമ്പോൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് കുടംപുളിയാണ് കേട്ടോ. കുടംപുളി ഉണ്ടാവാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ കേട്ടോ ഇങ്ങനെ നമ്മൾ കാണിച്ചോടത്തോടെ പോയപ്പോൾ കുമ്പളഞ്ഞേനെ അപ്പോൾ കണ്ടില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു കുമ്പളഞ്ഞക്കുട്ടൻ അവിടെ ഉണ്ട് കേട്ടോ. ഒറ്റ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് മിഞ്ഞാൻ നല്ലൊരു കാറ്റുമഴ, ആ കാറ്റുമഴ താഴെ വീണ് കിടക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാട്ടോ നമുക്ക് വീണ് കിട്ടിയ മാങ്ങകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇത് ദിവസം പറഞ്ഞ് എന്തിങ്ങനെ രാത്രി നല്ല സൗണ്ടോട് കൂടി ഇങ്ങനെ വീട് കേട്ടോ മാങ്ങ. ദൂരെ കൊമ്പാവുണ്ട് താഴേക്ക് നല്ല ഉയരത്തിലാട്ടോ വീഴ. അപ്പോൾ ഈ ഒരു മാങ്ങ വെച്ചിട്ട് ഞങ്ങൾ ജ്യൂസ് അടിക്കാറുണ്ട്. പിന്നെ മാങ്ങാത്തേര ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കിയിട്ട്, പക്ഷെ അത് പണി പാളിപ്പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ മാങ്ങാത്തേര ഉണ്ടാക്കാൻ വെച്ചതുകൊണ്ട് നമ്മളത് ഐസ്ക്രീം ആക്കിയിട്ട് കഴിച്ചു കേട്ടോ. പിന്നെ മാങ്ങാത്തേര ഉണ്ടാക്കി നോക്കി ഒരു ചെറിയൊരു ക്ലിപ്പാട്ടത്. അപ്പോൾ നമ്മൾ മാങ്ങാത്തേര ഉണ്ടാക്കുന്ന വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കി. അപ്പോൾ കുറച്ച് ഞാൻ എടുത്തിട്ട് നോക്കിയിട്ടുള്ളൂ. ബാക്കി നമ്മളങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ട് ഐസ് ക്യൂബിലൊക്കെ ഒഴിച്ച് വെച്ചിട്ട് കോല ഐസായിട്ട് കഴിച്ചു. അതുപോലെ ഐസ്ക്രീം ആക്കി ഉണ്ടാക്കി കഴിച്ചു. അങ്ങനെ കളയേണ്ടി വന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ലേശം കുറച്ച് കളയേണ്ടി വന്നു മാത്രം. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഉണ്ടാക്കി നോക്കിയതാണല്ലോ. പിന്നെ അതൊരു കുഞ്ഞു വീഡിയോ കേട്ടോ.